താവളത്തിലെത്തും. അബ്ദുറൌഫിനെ കാണാത്തതിനെ തുടർന്ന് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യം പണം നൽകിയവർ മനസ്സിലാക്കുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് ഈ ജമീല. പണം നൽകിയ 14 പേരുടെ പാസ്പോർട്ടുമായിട്ടാണ് ഈ അബ്ദുറൌഫ് എന്ന വ്യക്തി മുങ്ങിയത്. ഇയാളെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ആലോചിക്കണം, ഒരാള് ഹജ്ജിനോ ഉംറയ്ക്കോ പോകാൻ തീരുമാനിക്കുമ്പോൾ സാധുക്കളാണ്, വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മക്ക എന്ന മണ്ണൊന്ന് കാണണം, പ്രവാചകൻ ചവിട്ടിയ മണ്ണിലൊന്ന് ഇരിക്കണമെന്ന്, അതിലൊന്ന് തൊടണം, ഒരു പിടി മണ്ണൊന്ന് വാരണം. അതിൽ തന്നെയാണ് അബൂ സുഫിയാനും നടന്നത് കേട്ടോ. അതിൽ തന്നെയാണ് മുആവിയയും നടന്നത് കേട്ടോ. അതിൽ തന്നെയാണ് അബൂജഹലും അബൂലഹബും ഒക്കെ പിച്ച വെച്ചത്. ഇരിക്കട്ടെ, ഒരു വിശ്വാസിക്ക് അത് തന്നെയാണ്, വിശ്വാസം പ്രധാനമാണല്ലോ. അപ്പൊ അത് മോഹിച്ചിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്.